അസ്സലാമലൈക്കും. അപ്പം എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇത് ബുക്കാണ് താരിഖും തുറസുമാണ് അല്ലേ. അപ്പോൾ താരിഖ് തുറസ് എന്നുള്ളവരുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നബിദിന പരിപാടിയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുത്താൽ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തരും. നിങ്ങളെ ഫോട്ടോഗ്രാഫി ഫ്രെയിം അയച്ചു തന്നതായിരിക്കും. ജസ്റ്റ് മിസ്. അപ്പോൾ എല്ലാവരും കുറേ ആളെ പറഞ്ഞ ദുഗ്രൂസ് ഇട്ടണം, കുറേ ആൾ താര എനിക്ക് മനസ്സിലായി. താരയിൽ ഞാൻ ഹോംവർക്ക് തന്നിരുന്നു, അതുകൊണ്ടല്ലേ. ദുറൂസിൽ ഞാൻ ഹോംവർക്ക് തന്നില്ല, അതുകൊണ്ടാണ് കുറേ ആൾ ദുറൂസ് എടുക്കുന്ന പറയുന്നത്. 2-3 ആളെ ചെയ്തിട്ടു. താര എടുത്ത മക്കളെ. പേജ് നമ്പർ എത്രയാണ്? 6 ആണോ 5 ആണോ? 5 അല്ല പാഠം 5. ഉപരോധനം ഒന്ന് വായിച്ചിട്ട് ശ്രദ്ധിച്ചു വെച്ചോ. പരിശുദ്ധ ദീൻ പ്രബോധനം ചെയ്യുന്നതിൻ്റെ പേരിൽ മക്കയിൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെയും പല വിധത്തിലും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു കേട്ടോ. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പ്രബോധനത്തിൽ നിന്ന് പിന്മാറിയില്ല. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവായ അബൂ ത്വാലിബിനെ ചെന്നു കണ്ടു. തങ്ങൾക്ക് മുഹമ്മദ് നബിയെ വിട്ടുതരണം എന്ന് അവർ ആവശ്യപ്പെട്ടു. അവരെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് മുഹമ്മദ് നബിയെ വിട്ടുതരണം എന്ന് പറഞ്ഞു. അബൂ ത്വാലിബ് അത് നിരാകരിച്ചു. അബൂ താലിബിനോട് പറഞ്ഞവർ നിരാകരിച്ചു. അബൂ താലിബ് കൊടുക്കൂലെന്ന് പറഞ്ഞു. അതോടെ ഖുറൈശികൾ യോഗം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൻ്റെയും വിരോധം പ്രഖ്യാപിച്ചു. ഇവരെല്ലാം ഖുറൈശികളെ ഫാമിലിയെല്ലാം കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോഗം ചെയ്യാൻ ഉദ്ദേശിച്ചു. അബൂ താലിബിനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് യോഗം ചെയ്യാൻ പ്രഖ്യാപിച്ചു. അവർ അത് എഴുതി കഴുബയിൽ തൂക്കിട്ടു. എന്ന് വെച്ചാൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനെയും പോയിപ്പിക്കുന്നുണ്ട്. അവർ കഴുബയിൽ ഇത് കൂട്ടിവെച്ച്. ഉപരോധം വന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനെയും വീട് വിട്ട് ഒരു മലഞ്ചേരിയിലേക്ക് മാറേണ്ടി വന്നു. അത് ഉപരോധം വന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് പറഞ്ഞ് വീട് വിട്ട് മലഞ്ചേരിയിലേക്ക് പോകാൻ തരാം കേട്ടോ. മതിയായ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അവർക്കവിടെ 3 വർഷത്തോളം കഴിഞ്ഞു കണ്ടു. മതിയായ വെള്ളവും ഭക്ഷണവും ഒന്നും അവിടെ ഇല്ല. വെച്ചാൽ 3 വർഷം അവർക്ക് വെള്ളമൊന്നും കുടിക്കാനൊന്നുമില്ല. ഇപ്പം 3 വർഷം അവർ അങ്ങനെ സഹിച്ച് പിടിച്ചെന്നാണ് പറയുന്നത്. അവസാനം ഖുറൈശികൾ തന്നെ മനം വിരോധം പിൻവലിച്ചു. എന്താ അവരെ അവസാനം ഇവർ കൊണ്ടിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അവനാസം ചെയ്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ നിസ്സഹായത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ ഇവരിങ്ങനെ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് ആ മലഞ്ചേരിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അബൂ താലിബ് രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു. എന്ന് വെച്ചാൽ താമസിക്കാതെ അബൂ താലിബ് രോഗം വന്നിട്ട് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മരണം 3-ാം നാൾ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അദ്ദേഹം അബൂ താലിബ് മരണപ്പെട്ട ശേഷം 3 നാൾ കഴിഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടെന്ന് പറയുന്നത്. പിതൃവ്യയും പത്നിയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ വേദനിപ്പിച്ചു. അതിനാൽ ഈ വർഷം ആദുൽ ഹുസ ദുഃഖവർഷം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതായത് പിതൃവനും പത്നിയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ വേദനിപ്പിച്ചു. വെച്ചാൽ പിതൃവനും പത്നിയും മരിച്ച ദിവസമാണ് ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ദിവസം ഇവരെ നല്ലോണം വേദനിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേദനിപ്പിച്ച് ഇവർ മരിച്ചോണ്ട് നല്ല വേദനിപ്പിച്ച്. അതിനാൽ ഈ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ടതിന്
ഇതിനാൽ ഈ വർഷം ആലോ ഹസ ദുഃഖവർഷം എന്നാണ് തങ്ങൾ വിശേഷിപ്പിച്ചത്. എന്താ വെച്ചാൽ ഈ വർഷം അതിനാൽ ഈ വർഷം എന്താണ് എടുത്തത് ആമുൽ ഹുസ എന്ന് വെച്ചാൽ ദുഃഖവർഷം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, അറിയപ്പെട്ടിരിക്കുന്നത്, വിശേഷിപ്പിച്ചത്. നുബൂവത്തിൻ്റെ 10ാം വർഷം. ഇത് ഏത് വർഷമായിരുന്നു? നുബൂവത്തിൻ്റെ 10ാം വർഷമായിരുന്നു ഇത്. ചോദ്യത്തിന് പഠിച്ചു തരുന്നു മക്കളെ. അപ്പോൾ ഞാൻ കാരണം വിവരിക്കും. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനും ഉപരോധം ഏർപ്പെടുത്തി. എങ്ങനെ? നുബൂവത്തിൻ്റെ 10ാം വർഷം ആമുൽ ഹുസ എന്ന് പറയുന്നു. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ട് കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഉത്തരം പറയാം. എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് മലഞ്ചേരി വന്നത്? എത്രയാ? 3 വർഷമാണ് മലഞ്ചേരി ജീവിക്കേണ്ടി വന്നത്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനും എതിരെ ഉപരോധം ആരാണ്? ഖുറൈശികളാണ്. അബൂ ത്വാലിബ്, ഖദീജ ഇവരിൽ ആരാണ് ആദ്യം മരിച്ചത്? അബൂ ത്വാലിബ് അല്ലേ. 3ാം നാളാണ് ഖദീജ ബീവി വഫാത്തായത്. സ്ഥലം ചോദിക്കേണ്ടത് വേണ്ട കേട്ടോ, ഓർമ്മപ്പെടുത്താം. അത് പഠിച്ചു. ആ പഠിക്കുന്നതൊന്നും ചോദിക്കാൻ ചെയ്യില്ല. അപ്പം ഇത്രയാണ് ഞാൻ എടുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.